ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കിയല്ലോ. കുറേ പഴയ പേപ്പറൊക്കെ കിട്ടി. ഞാനിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് ബാക്കി കഷ്ണം പേപ്പറുകൾ വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തണ്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് പശ തേച്ച് കൊടുത്താൽ മതി. പശ തേച്ച് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അതുപോലെ ബാക്കി പേപ്പറും നമുക്ക് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ സെൻറ്റർ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത ശേഷം ആ ഒരു മടക്കിയ ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. രണ്ട് സൈഡും യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് പശ തേച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ മടക്കി വീണ്ടും കൊടുക്കാം. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് ചെയ്യുക. അതുകൊണ്ട് മുഴുവനും വെട്ടരുത്, ആ ഒരു ലെങ്തിൽ വെട്ടി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് എല്ലാം ആ ഒരു അറ്റം വരെ നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു പേപ്പറും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു തണ്ടിലോട്ട് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചുറ്റി കൊടുത്താൽ മതി. ഈ ഒരു തണ്ടിലോട്ട് ഇങ്ങനെ ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒന്ന് ഗം തേച്ചിട്ട് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ ചുറ്റുന്ന പോലെ പശ തേച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ്. ഡെക്കോറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഗ്രാഫ്റ്റാണ്. ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലീഫായിട്ടാണ് ഇത് കിടക്കുന്നത്, ഇതിൻ്റെ ഒരു മോഡൽ. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലോട്ട് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഒരു ഗമ്മ് തേച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ആ മുത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ മുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡിൻ്റെ മുകളിൽ ലൈസ് വെച്ച് നാം ആ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റായി കിട്ടുന്ന പലതും വെച്ചിട്ട് നമുക്ക് പല ഐറ്റവും ഉണ്ടാക്കാം. വേസ്റ്റ് സാധനം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത്. ഒരു പഴയ കാർഡ്ബോർഡിൻ്റെ പീസും കുറേ കട്ട് ചെയ്ത പേപ്പറുകളും വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ഇടണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബൈ.